മഹാത്മജി പുരസ്കാര ജേതാവ് മുഹമ്മദ് മുഹ്സിൻ എംഎൽഎക്ക് KMPU സ്നേഹാദരവ് നൽകി. മഹാത്മജി പുരസ്കാരം നേടിയ പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിന് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി. KMPU പാലക്കാട് ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു ആദരം. 2026 മികച്ച നിയമസഭാ സാമാജികനുള്ള ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ മഹാത്മജി പുരസ്കാരം ലഭിച്ചതിന്റെ ഭാഗമായാണ് KMPU ആദരിച്ചത്. KMPU സംഘടനാ സ്ഥാപക നേതാവ് V. സെയ്ദ്, ജില്ലാ പ്രസിഡന്റ് AA ജോർജ്, സെക്രട്ടറി KG സണ്ണി, രക്ഷാധികാരി C. മൂസ പെരിങ്ങോട്, തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സമിതി അംഗം ഇസ്മായിൽ പെരുമണ്ണൂർ, ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി, വൈസ് പ്രസിഡന്റ് സുരേഷ് വേലായുധൻ, മേഖലാ സെക്രട്ടറി V. രഘുകുമാർ, ട്രഷറർ മുഹമ്മദ് റഹീസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. വളരെ വിപുലമായ രീതിയിലുള്ള സമ്മേളന പരിപാടിയും അതോടൊപ്പം തന്നെ ശില്പശാലയും ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും പ്രാദേശിക മാധ്യമ പ്രവർത്തനം മറ്റൊരു ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആദ്യമേ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. പരിപാടിയുടെ അവസാനമാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം, നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ രാവിലെയാണ് എത്തിയത്. ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ക്ഷമിക്കുക. പ്രാദേശിക മാധ്യമ പ്രവർത്തനം പുതിയ അവസരങ്ങളും അതോടൊപ്പം തന്നെ വലിയ വെല്ലുവിളികളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. പുതിയ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ വലിയ ക്യാമറകളും വലിയ ക്രൂവും ഒക്കെ ആയിട്ട് പോകുന്ന സാഹചര്യം ദൃശ്യമാധ്യമങ്ങളിലായാലും അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിൽ പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലാണെങ്കിലും ഒന്നും വലിയ സന്നാഹങ്ങളുമായി പോകാതെ തന്നെ വളരെ സിമ്പിളായി നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട്. അത് സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ചില കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും സത്യസന്ധമായ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വ്യാജ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അനുദിനം പെരുകുന്ന സമയത്ത് വളരെ കൃത്യമായി പ്രൊഫഷണലായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളെ വേർതിരിച്ച് എടുത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സത്യസന്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും പ്രാദേശിക ലേഖകന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, നിയമസഭയുടെ ബഡ്ജറ്റിൽ പത്രപ്രവർത്തകർക്കുള്ള പെൻഷൻ പ്രഖ്യാപിച്ചു 13,000 രൂപ. പക്ഷെ അത് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ഏത് വാർത്തകളും സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഫീൽഡിലിറങ്ങി ഏത് സമയത്തും അസമയത്താണെങ്കിലും ഒക്കെ എത്തി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഓടുന്നവർ പ്രാദേശിക പത്രപ്രവർത്തകരാണ്. അതാണ് വൻകിട മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തകളായി വരുന്നത്. പക്ഷേ പ്രാദേശികമായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകരെ സംബന്ധിച്ചിടത്തോളം, മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് അർഹമായിട്ടുള്ള ഒരു പ്രതിഫലം അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അംഗീകാരമായിട്ടാണെങ്കിലും കിട്ടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സംഘടിച്ച് ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്, സംഘടിച്ച് അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശിക ലേഖകരുടെ കൂട്ടായ്മകൾ ശക്തമാക്കിക്കൊണ്ട് ഈ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. നിയമസഭയിൽ ചർച്ചകൾ വരികയും പ്രാദേശികമായ ലേഖകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ ഏറ്റെടുത്തത്. എന്നാൽ അത് നടപ്പിലായിട്ടില്ല. അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെണ്ണുകുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.